ശരി, അഡ്വക്കേറ്റ് പ്രിജി, ഇവിടെ ഇപ്പോ 1 മാസമായില്ലെങ്കിൽ എന്താ, 4 തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ, ഞങ്ങൾ 2 പേരെ തിരുത്തിയില്ലേ, 2 പേരുടെ കാര്യത്തിൽ ആ തിരുത്ത് വരുത്തിയില്ലേ, അതൊരു നേട്ടമല്ലേ, ഒരു പോസിറ്റീവ് മാർക്കല്ലേ എന്ന് കോൺഗ്രസ് പ്രതിനിധി ചോദിച്ചാൽ അങ്ങനെയും കാണേണ്ടി വരത്തില്ലേ? തിരുത്തുണ്ടാകുന്നു എന്നത് പോസിറ്റീവായി കാണേണ്ടുന്ന കാര്യമല്ലേ? വസന്ത് ഇവിടെ പറഞ്ഞപ്പോ ഒരു പ്രദീപ് കുമാറിന്റെ കാര്യമാണ് ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷേ ഞാൻ പറയുന്നത് പെശകാണെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. ഞാൻ മനസ്സിലാക്കിയത്, മാധ്യമങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയത്, ഒരു KB പ്രദീപിനെ ദേവസ്വത്തിന്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചു എന്നാണ്. എനിക്കാണ് തെറ്റ് പറ്റിയിട്ടുള്ളത്. ശരി. അപ്പോ അദ്ദേഹത്തിന്റെ ഈ മെറിറ്റിനെ സംബന്ധിച്ച് ഒന്നും ഒരു ആർഗ്യുമെന്റിലേക്ക് അദ്ദേഹം മോശപ്പെട്ട അഭിഭാഷകനാണെന്നോ അല്ലെങ്കിൽ നല്ല അഭിഭാഷകനാണെന്നോ ആ തരത്തിലുള്ള ഒരു ഇവാലുവേഷനിലേക്ക് ഞാൻ പോകുന്നതേയില്ല. പക്ഷേ ഇതിനകത്ത് വസന്ത് പറഞ്ഞിട്ടുള്ള 1-2 ആർഗ്യുമെന്റുകൾ കേരളത്തിലെ ജനം, കേരളത്തിൽ UDF വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ ഒന്നാകെ ചെവി തുറന്നും കണ്ണു തുറന്നും കാണേണ്ടതും കേൾക്കേണ്ടതുമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് വസന്ത് പറഞ്ഞ ആർഗ്യുമെന്റിനകത്ത് ഉള്ള ഒരു കോൺട്രഡിക്ടറി വെർഷൻസ്. വസന്ത് പറഞ്ഞത് ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വളരെ അവധാനതയോടുകൂടി അദ്ദേഹം ഒരു ലിസ്റ്റ് നിരത്തുകയും ചെയ്തു ഈ പ്രദീപിന്റെ മെറിറ്റിനെ സംബന്ധിച്ച്. ഈ മെറിറ്റുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് ഈ തരത്തിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് നടത്തിയത്. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് ഓഫ് ആർഗ്യുമെന്റ്. രണ്ടാമത് പറഞ്ഞു, അത് CPMന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ നിഘണ്ടുവിലുള്ള ജാഗ്രത കുറവ് എന്ന് പറയുന്ന ഒരു വാക്ക്. അത് കേന്ദ്ര കമ്മിറ്റിയുടെ നിഘണ്ടുവിലല്ല, ശബ്ദധാരാവലി, ശ്രീകണ്ഠേശ്വരത്തിന്റെ ശബ്ദധാരാവലിയിലും മലയാള ഭാഷയിലെ ആ വാക്കുണ്ട്. ആ വാക്കിന് ജാഗ്രത കുറവ് എന്ന് പറഞ്ഞാൽ ഒരു സൂക്ഷ്മത കുറവുണ്ടായി എന്നതല്ല അദ്ദേഹം പറയുന്നത്. ഒരു സൂക്ഷ്മത കുറവും ഉണ്ടായിട്ടില്ല. പ്രദീപ് എന്ന് പറയുന്ന അഭിഭാഷകന്റെ കഴിഞ്ഞ കാലങ്ങളിലെ മെറിറ്റുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ദേവസ്വത്തിന്റെ സ്പെഷ്യൽ പ്ലീഡറായിരിക്കാൻ എന്തുകൊണ്ടും അദ്ദേഹം യോഗ്യനാണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ നിയമനം നടത്തിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ 2 തരത്തിലുള്ള കോൺട്രഡിക്ടറി ആയിട്ടുള്ള വെർഷൻസ്. അപ്പോൾ എനിക്ക് ന്യായമായി തോന്നിയ ഒരു സംശയം, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റൂൾസിന്റെ പാർട്ട് 6 സെക്ഷൻ 11 റൂൾസ് 33 പ്രകാരം കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടീസിന് വേണ്ടി അപ്പിയർ ചെയ്യാൻ ഒരു അഭിഭാഷകന് കഴിയില്ല. അതായത് ഒരേ സമയം വാദിക്കും പ്രതിക്കും വേണ്ടി അപ്പിയർ ചെയ്യാൻ ഒരു അഭിഭാഷകന് കഴിയില്ല. അതായത് വാദിയുടേതായാലും പ്രതിയുടേതായാലും അവരുടെ കേസിനകത്ത് ഉൾക്കൊള്ളുന്ന കേസ് സംബന്ധമായ രഹസ്യങ്ങളൊക്കെ തന്നെ ഒരു അഭിഭാഷകനോട് പങ്കുവെച്ച് കഴിയുമ്പോൾ അതിൻ്റെ എതിർഭാഗത്തേക്ക് വന്നു നിന്നുകൊണ്ട് ആദ്യം അപ്പിയർ ചെയ്ത ആൾ ആരാണോ അയാൾക്കെതിരെയായുള്ള ആർഗ്യുമെന്റുകൾ നടത്താൻ ബാർ കൗൺസിൽ ഇന്ത്യ റൂൾസ് ഒരു അഭിഭാഷകനെയും അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ അവധാനതയോടുകൂടി ജാഗ്രത കുറവ് എന്ന് പറയുന്ന വാക്ക് തന്നെ അന്യമായിട്ടുള്ള ഒരു പാർട്ടി ഇത്രയും സൂക്ഷ്മതയോടുകൂടി ഈ പറയുന്ന മെറിറ്റുകളെല്ലാം തന്നെ പരിശോധിച്ച് എങ്ങനെ ഇത് കണ്ടെത്തി എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതായത് ശബരിമല കേസിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിരുന്ന പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി അപ്പിയർ ചെയ്ത ഒരാളിനെ നിയമം ഇങ്ങനെയായിരിക്കെ ഇത്രയേറെ അവധാനതയോടുകൂടി 1 മാസത്തിനുള്ളിൽ സമയമെടുത്ത് ഇത്രയും നല്ലൊരു അപ്പോയിന്റ്മെന്റ് നടത്തിയ മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കണം. തീർച്ചയായും കാരശ്ശേരി മാഷ് വളരെ നല്ലൊരു അഭിനന്ദനം അദ്ദേഹത്തിന് കൊടുത്തു. ഞാൻ കാരശ്ശേരി മാഷിനെയും അഭിനന്ദിക്കുന്നു. കാരണം ഇതിനിടയിലൂടെ കഴിഞ്ഞ കാലത്ത് പിണറായി വിജയൻ സർക്കാർ കണ്ടെത്തിയ നിയമനങ്ങളിൽ ഇങ്ങനെ തിരുത്തൽ ഉണ്ടായില്ല എന്നുകൂടി പറയാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ ഈ മഹാമനസ്കതയ്ക്ക് ഞാൻ ഒരു വലിയ നമോവാകം പറയുകയാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം ഇതിനോട് ചേർത്ത് വെച്ച് ഉദാഹരണമായി പറഞ്ഞത് ഏതൊക്കെയാണ്? ഏതെങ്കിലും ഒരു വാദിയുടെ അഭിഭാഷകനെ പ്രതിക്ക് വേണ്ടി സർക്കാർ അപ്പോയിന്റ് ചെയ്തതാണോ? അതോ പ്രതിയുടെ അഭിഭാഷകനെ വാദിക്ക് വേണ്ടി സർക്കാർ നിയമിച്ച ഒരു ഉദാഹരണങ്ങളാണോ അദ്ദേഹം ഇതിനു വേണ്ടി ചൂണ്ടിക്കാണിച്ചത്? അപ്പോൾ എന്ത് വന്നാലും
ഭരണത്തിൽ നിന്ന് പോയാലും 35 സീറ്റിൽ ഒതുങ്ങിയാലും എന്തായാലും എതുവഴി പോയാലും പിണറായി വിജയനിട്ട് ഒരു കൊട്ടു കൊടുക്കണം എന്ന് അദ്ദേഹത്തെ പോലെ ഒരാൾ ഈ വിഷയത്തെ അപഗ്രഹിക്കുന്ന സമയത്ത് പറഞ്ഞത് ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ വിഷയത്തിൽ അല്ല, പറഞ്ഞു തീർന്നില്ല. നമ്മുടെ ഈ വിഷയത്തിൽ ഈ അപ്പോയിന്റ്മെന്റ് രേണുക എന്നോട് ചോദിച്ചത് ഈ ഒരു അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് മാത്രമല്ല, അതോടൊപ്പം തന്നെ അളിയൻ നിയമനം. ഇല്ല, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ശ്രീജിത്ത് പണിക്കർ, നോക്കൂ, ഇവിടെ ഇപ്പോ സർക്കാർ പല വിധത്തിൽ ഇത് വിവാദമാകുന്ന ഒരു സാഹചര്യത്തിൽ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആ നിയമനം റദ്ദാക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് തന്നെ രാജി ചോദിച്ച് വാങ്ങുകയാണ്. അതിനും അപ്പുറം ഈ കാര്യങ്ങളിൽ എവിടെ വീഴ്ച വന്നു എന്നതിന്റെ പരിശോധന ആവശ്യമില്ലേ? ഇവിടെ ഇപ്പോ ഇത് വളരെ ആസൂത്രിതമായി നടന്ന ഗൂഢാലോചനയായിരുന്നു, ഈ കേസ് തന്നെ അട്ടിമറിക്കാൻ നടന്ന ഗൂഢാലോചനയായിരുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വലിയ ആരോപണം. നമുക്കറിയാം, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ പോലും പ്രതിരോധത്തിലാക്കുന്ന ചില കൂടിക്കാഴ്ചകൾ, അതിന്റെ ഫോട്ടോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊക്കെ മതിയായ വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതും സംശയമാണ്. അതുമായി കൂട്ടിച്ചേർത്തുകൂടി ഈ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഞങ്ങൾ തിരുത്തി എന്നതിൽ മാത്രം അവസാനിക്കുമോ കാര്യങ്ങൾ? രേണു, ഞാൻ ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണത്തിനോടൊപ്പമാണ്. അത് പറയുന്നതിന് മുമ്പ്, അതിന്റെ മറ്റു കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം ശ്രീ വസന്തിൽ നിന്ന് അറിഞ്ഞാൽ കൊള്ളാം. അദ്ദേഹമാണല്ലോ കോൺഗ്രസിന്റെ പ്രതിനിധി. ശ്രീ കെ ബി പ്രദീപിന് ഈ ഒരു നിയമനം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീലായിരുന്നു എന്നതിനെക്കുറിച്ച് സർക്കാരിന് അറിയാമായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്, അറിയില്ലായിരുന്നു എന്നാണോ? അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്ന് പറഞ്ഞതിന് ശേഷം തുടരാം. അല്ല, അതിന്റെ അകത്ത് ഉത്തരം എന്താണെന്ന് അറിയാം. അത് നേരത്തെ പ്രിജി പറഞ്ഞതിനും കൂടെ കൂട്ടി ഒറ്റ വരിയിൽ ഉത്തരം പറയാം. കെ ബി പ്രദീപ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കാലത്തൊഴിഞ്ഞ ആളാണ്. അതായത് നിലവിൽ അദ്ദേഹം സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഡ്വക്കേറ്റ് അല്ല. ഒന്ന്. രണ്ട് ഒരു 10 സെക്കൻഡ് കൂടെ. അല്ല, പറ്റും. അങ്ങനല്ലെന്നേ. എന്താ പ്രിജി പഠിച്ച അതേ ബാർ കൗൺസിൽ. എന്റെ പ്രിജി മണ്ടത്തരം പറയരുത്. ആ കേസിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ കക്ഷിയല്ലെന്ന് പിന്നെ എന്ത് വിവരക്കേടാ പറയുന്നത്? റൂൾസ് ഒന്ന് വായിക്കും. അതുപോലും മിനിമം ഒരു കാര്യം ചെയ്യാം. അങ്ങയുടെ അവസരത്തിൽ പറയാം. ഞാനിത് എന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചതാണ്, പറയട്ടെ. അല്ലെന്നേ, എന്ത് വിവരക്കേടാ ഇതൊക്കെ പറയുന്നത്? സ്മാർട്ട് ക്രിയേഷൻസ് ആ കേസിൽ കക്ഷിയാണ്. പ്രിജി അഭിഭാഷകനല്ലേ? സ്മാർട്ട് ക്രിയേഷൻസ് ഇപ്പൊ ആ കേസിൽ അതൊന്ന് വിടുന്ന അത് വിട്. പറഞ്ഞിട്ട് ബാക്കി എല്ലാവർക്കും വിവരമില്ല, മണ്ടത്തരമാണ്, ബുദ്ധിശൂന്യതയാണ്. ബുദ്ധിശൂന്യത പറഞ്ഞ അപാര പാണ്ഡിത്യം. അങ്ങ് പറഞ്ഞത് ശരിയാണ്. അങ്ങ് ഉടനെ തന്നെ സുപ്രീം കോടതിയുടെ വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് പോകണ്ട. താങ്കൾ പറയൂ വസന്ത്. വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകണ്ട. താങ്കൾ അത് പറയൂ. മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. സുപ്രീം കോടതിയിൽ കേസിൽ കക്ഷിയാണോ? എനിക്ക് താല്പര്യം. രേണു പറഞ്ഞതിനെ വിശ്വാസം എടുത്താൽ ആ കേസിലെ കക്ഷി സ്ഥാനത്ത് നിന്ന് കോടതി അവരെ ഒഴിവാക്കിയതാണ്. അപ്പൊ പിന്നെ എങ്ങനെ ആ കേസിൽ അവർ കക്ഷിയാവുന്നത്? ആ കേസ് തന്നെ അല്ലേ? എന്റെ പൊന്നു പ്രിജി, അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിയമനം നിങ്ങൾക്ക് നിലവിൽ പോലും നിയമവേദികളിൽ ചോദ്യം ചെയ്യപ്പെടാം. അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോ ലീഡറായി നിയമിച്ചുവെങ്കിൽ പോലും ആ കേസിൽ അപ്പിയർ ചെയ്യാതിരുന്നാൽ പോരെ എന്നൊരു വാദമുണ്ട്. ആ കേസിൽ അപ്പിയർ ചെയ്യാതിരുന്നാൽ പോരെ എന്നൊരു വാദമുണ്ട്. അല്ല, ഒരു സെക്കൻഡ് ഇനി ഞാൻ സംസാരിക്കട്ടെ. ശ്രീ പ്രജി, ഇനി ഞാൻ സംസാരിക്കട്ടെ. നോക്കൂ, ഞാൻ ഇതിന്റെ ഈ ടെക്നിക്കാലിറ്റിയിലേക്ക് കടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് ശ്രീ വസന്തനോട് ഉണ്ടായിരുന്ന ഒരേ ഒരു ചോദ്യം, ശ്രീ കെ ബി പ്രദീപിന് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന് അദ്ദേഹം സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്നു എന്നതിനെ കുറിച്ച് അറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.